പ്ലസ് വൺ ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. 4 ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നോക്കാം. ഫസ്റ്റ് തെർമോഡൈനാമിക്സ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എന്താണ് സീറോത്ത് ലാ. അപ്പൊ സീറോത്ത് ലാ പഠിക്കുമ്പോൾ എത്രയേ ഉള്ളൂ, 2 സിസ്റ്റംസ് മൂന്നാം സിസ്റ്റമായി സെപ്പറേറ്റ്ലി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ എയും ബിയും സിയുമായി സെപ്പറേറ്റ്ലി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും പരസ്പരം എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് സീറോത്ത് ലാ പറയുന്നത്. അത് പറഞ്ഞ ആളെ പേര് പഠിച്ചു വെക്കുക, RH ഫൗളർ. ഓക്കെ. ദെൻ സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വേറെ ഒന്നുമല്ല, ഒരു സിസ്റ്റത്തിന് ഞാൻ കുറച്ച് എനർജി കൊടുത്തു. ആ എനർജി 2 കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും. ഒന്ന്, അവന്റെ ഇന്റേണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും. 2, വർക്ക് ചെയ്യാൻ ഉപയോഗിക്കും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഓർത്തിരിക്കുക, ഇത് ഏത് കൺസ്ട്രക്ഷൻ ലോയോ ബന്ധപ്പെട്ടെന്ന് ചോദിച്ചതാണ്, എനർജിയാണ്. ഏതാണ്, എനർജി. ചിലപ്പോൾ ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ അത് നോക്കിക്കോണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dq ഈക്വൽ ടു du പ്ലസ് dw. ഓക്കെ, ശ്രദ്ധിക്കാം. ദെൻ അടുത്ത് എന്താണ് കോസിസ്റ്റാറ്റിക് പ്രോസസ്. എന്താണ് കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് ചോദിച്ചാൽ നോക്ക്, കോസിസ്റ്റാറ്റിക് പ്രോസസ് വേറെ ഒന്നുമല്ല, വളരെ സ്ലോ ആയി നടക്കുന്ന പ്രോസസ് ആണ് കോസിസ്റ്റാറ്റിക് പ്രോസസ്. ഈ പ്രോസസ് നടക്കുമ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഏതൊക്കെ ഇക്വിലിബ്രിയത്തിലായിരിക്കും, തെർമലും മെക്കാനിക്കലും. തെർമൽ ഇക്വിലിബ്രിയത്തിലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലും. ആരൊക്കെയാ, സിസ്റ്റവും സറൗണ്ടിങ്. ഓക്കെ, ഈ ടേബിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് വിട്ടുപോകരുത്. ഒന്ന്, ഐസോ തെർമൽ ആണെങ്കിൽ ആരാ കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇന്റേണൽ എനർജിയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോ തെർമലിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഡെൽറ്റ യു എത്ര, 0. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ് ഫോർ ഐസോ തെർമൽ. അപ്പൊ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഓർത്തിരിക്കാം. ഐസോ ബാർക്ക് പറയുമ്പോൾ പ്രഷർ ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, അവിടെ ജസ്റ്റ് ലോ അതല്ല, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ലോയ്ക്ക് മാറ്റമില്ല. ഐസോ കോറിക്ക് വരുമ്പോൾ ഓളിങ് കോൺസ്റ്റന്റ്. ഐസോ കോറിക്കിൽ വർക്ക് 0 ആണ്. അതുകൊണ്ട് വർക്ക് ഇവിടെ ഡെൽറ്റ വി 0. അതുകൊണ്ട് ഡബ്ല്യു എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ എന്താ കിട്ടിയത്, ഡെൽറ്റ ക്യൂ ഈക്വൽ ഡെൽറ്റ യു. ദെൻ അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ഡെൽറ്റ ക്യൂ ആണ് 0. അപ്പം ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ യുവും ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ആണ്. സൈൻ ഉണ്ടാ മൈനസ് ആയിരിക്കും. ഇത് എക്സാം ചോദിച്ചാണ്. വർക്ക് ഇന്റേണൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും, പക്ഷെ എന്താണ്, ഓപ്പോസിറ്റ് ആയി ഒരു നെഗറ്റീവ് സൈൻ വരും. അത് ആർക്കാണ്, അഡിയബാറ്റിക്കിനാണ്. ഓക്കെ, ഈ ടേബിൾ മറക്കാതെ പഠിച്ചു പോകണം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഐസോതെർമലിന്റെ ഇക്വേഷൻ എഴുതാം. എന്ത് ഇക്വേഷൻ എഴുതാൻ പറയുന്നത്, എഴുതാൻ പറഞ്ഞ ഇക്വേഷൻ എന്താ എഴുതാൻ പറയുന്നത് നോക്കിക്കോ. സ്റ്റേറ്റ് ഇക്വേഷൻ വേറെ ഒന്നുമല്ല, PV is a constant. അടുത്ത റൈറ്റ് ദ ഇക്വേഷൻ ഫോർ അഡിയബാറ്റിക് ഇക്വേഷൻ. അതിന്റെ സ്റ്റേറ്റ് ഇക്വേഷൻ ഞാൻ പറഞ്ഞ PV raised gamma is a constant. ഈസി ആണ്. അടുത്ത വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് എത്രയാണ്, നേരത്തെ പറഞ്ഞു 0 ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് 0 ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് സൈക്ലിക്. എന്താണ് സൈക്ലിക് പ്രോസസ്, വേറെ ഒന്നുമല്ല, ഒരു സിസ്റ്റം ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു, ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിനെന്ത് പറയും, സൈക്ലിക് പ്രോസസ് പറയും. സൈക്ലിക് പ്രോസസ്സിൽ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇന്റേണൽ എനർജി എന്തായിരിക്കും, ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. du എന്ന് പറഞ്ഞ 0 ആയിരിക്കും ഫോർ സൈക്ലിക് പ്രോസസ്. ഇത്രയാണ് തെർമോഡൈനാമിക്സിനകത്തുനിന്ന് പഠിച്ചു വെക്കേണ്ടത്. അവിടെ പഠിക്കും വേറൊരു എക്സ്ട്രാ 2 വേർഡ് പറഞ്ഞുതരാം. ഐസോതെർമൽ എക്സ്പാൻഷനും ഐസോതെർമൽ കംപ്രഷനും. ഈ 2 കേസിലും ടെമ്പറേച്ചർ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ, ഈ 2ലും ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. പക്ഷേ there is no heat exchange. ഓക്കെയാണ്, പക്ഷേ ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്. അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ ടെമ്പറേച്ചർ കുറയും, അഡിയബാറ്റിക് കംപ്രഷനിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഇത്രയും പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ചാപ്റ്റർ ഓസിലേഷൻ. കുറച്ച് പോലുള്ളൂ. ഓസിലേഷൻ എന്താണ്, ഓസിലേറ്ററി മോഷൻ. ടു ആൻഡ് ഫ്രോ മോഷൻ പറഞ്ഞ പേരാണ് ഓസിലേറ്ററി മോഷൻ. ദെൻ നമുക്ക് ഫ്രീക്വൻസി ചെറുതാണെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ നമുക്ക് എന്ത് പറയാം, ഓസിലേഷൻ പറയാം. ഫ്രീക്വൻസി വലുതാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, വൈബ്രേഷൻ പറയാം. ചോദിക്കേ, ഓർത്തിരിക്കുക. ദെൻ ഡിഫൈൻ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്, ഒരു ഓസിലേഷന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞ പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഡെഫിനിഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വേറെ ഒന്നുമല്ല, ഒരു മോഷൻ ഓസിലേറ്ററി ആണ്, ടു ആൻഡ് ഫ്രോ ആണ്.
ഏതെങ്കിലും ഒരു പോയിന്റിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിനെന്ത് പറയാം, സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പറയാം. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ മാത്രം ആയാൽ പോരാ, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സിനും ഇടയ്ക്ക് ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് സെന്റർ ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് എവേ ഫ്രം സെന്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓസിലേറ്ററി ആവണം. ഏതൊരു പോയിന്റിലെയും ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആൻഡ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഡയറക്റ്റ് ടുവേർഡ്സ് സെന്ററും ആണെങ്കിൽ അതിനെന്ത് പറയാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ഇതാണ് കണ്ടീഷൻ. ഇതല്ലെങ്കിൽ എ ഈസ് പ്രൊപ്പോർഷണൽ ടു -6. ഇതാണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താ വരുന്നത്, റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. y ഈസ് ഈക്വൽ ടു a സൈൻ ωt+5. കോസ് ആണെങ്കിൽ ഇവിടെ എന്താ എക്സ് കൊടുക്കുക. ഓക്കെ, ഇത് ഓരോ ടേം എന്താ പഠിക്കുക. ഈ y എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ലോങ് y ആക്സിസ്, a ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ആംഗുലർ വെലോസിറ്റി, ഫൈ എന്ന് പറഞ്ഞ ഇനിഷ്യൽ ഫേസ്. ഓക്കെ, ഇതിൽ ഈ ωt+5 ഒരുമിച്ച് വരുന്ന പേര് ഫേസ് എന്ന് പറയും. ഫേസ്. ഓക്കെ, ഇത്രയും ഓർത്തിരുന്നാൽ മതി. ദെൻ give the examples of system executing simple harmonic motion. സിമ്പിൾ ഹാർമോണിക് നോക്കി എക്സാമ്പിൾ പറയാം. രണ്ടാണ് പഠിച്ചിരിക്കുക. ഒന്ന് ഓസിലേഷനും ലോഡഡ് സ്പ്രിങ്ങും, രണ്ട് സിമ്പിൾ പെൻഡുലം. അടുത്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ആണ് ചോദിച്ചുള്ളത്. ഒരു പെൺകുട്ടി നമ്മുടെ ഊഞ്ഞാലിൽ ഇരുന്നാടുന്നു, ഇപ്പം എണീച്ച് നാടെയാണ്. ടൈം പിന്നെ എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടെ 8 ഉണ്ട്. എണീച്ച് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ലെന്ത് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യും, അതുകൊണ്ട് ടൈം പീരീഡും ഡിക്രീസ് ചെയ്യും. എങ്ങനെയാ വരുന്നത് നോക്കിയോ. ടൈം പീരീഡ് കാണുന്ന ഫോർമുല എന്താ, 2π√L/g. അപ്പൊ എണീച്ച് നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ പോയിന്റിലുള്ള ലെന്ത് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ ലെന്ത് കുറഞ്ഞാൽ ടൈം കുറയും. എന്ത് പ്രൊപ്പോർഷനാ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരാൾ ഊഞ്ഞാലിൽ എണീച്ചിരുന്ന് ആടുകയാണെങ്കിൽ അവന്റെ ടൈം പീരീഡ് എന്ത് ചെയ്യും, കുറയും. എന്ന് പറഞ്ഞാൽ അവന്റെ സ്പീഡ് കൂടും. അവന്റെ സ്പീഡ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ദെൻ എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? വേറെ ഒന്നുമല്ല, ടൈം പീരീഡ് 2 സെക്കൻഡ് ആണോ അതിനെ പറഞ്ഞ പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിൽ ലെന്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ആണ്. ഇത്രയാണ് നിങ്ങൾ ഓസിലേഷനകത്ത് എന്ത് ചെയ്യേണ്ടത് നോക്കി വെക്കേണ്ടത്. അടുത്ത കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറി നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, കൈനറ്റിക് തിയറി ഗ്യാസ് ആണ്, പോസ്റ്റ്ലേറ്റ് ആണ്. അതിൽ 8 പോയിന്റ് ഉണ്ട്. മിനിമം 4 പോയിന്റേയും പഠിക്കണം. ഞാൻ 8 പോയിന്റ് തന്നിട്ടുണ്ട്, അത് ഞാൻ 4 പോയിന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റെഡ് കളറുള്ള 4 പോയിന്റെങ്കിലും മിനിമം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ബാക്കി എല്ലാ പോയിന്റും വായിച്ചു വിടുക. ഓക്കെ, ഒന്നെന്താണ്, മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ഹാർഡ്, സ്മൂത്ത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, സ്പിയേഴ്സ് പോലെയാണ്. ബാക്കി പോയിന്റ് വായിച്ചു നോക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് നടക്കുന്നു. ഇവർ കൊളിഷൻ നടക്കാം. ആരൊക്കെ നമ്മൾ കൊളിഷൻ നടക്കാം, ഇവർ പരസ്പരവും അല്ലെങ്കിൽ വാളുമായി കൊളൈഡ് ചെയ്യാം. ഈ കൊളിഷൻ എല്ലാം എന്താണ്, ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അത് ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ഇത് മാത്രമായിട്ട് ചോദിക്കാം. എന്താണ് മീൻ ഫ്രീ പാത്ത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കൊളിഷൻ. അടുത്തടുത്ത കൊളിഷൻ ഇടയിൽ ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസ് പറഞ്ഞ പേരാണ് മീൻ ഫ്രീ പാത്ത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വൃത്തിയായിട്ട് എന്താണ് പഠിക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തെന്തായിരുന്നത്, അടുത്ത മെയിൻ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പൊ അതിനകത്ത് 8 പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് എങ്കിലും പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, ദെൻ അടുത്ത എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? വേറെ ഒന്നുമല്ല, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് ടോട്ടൽ എനർജി ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ എനർജി മോഡ് എന്നും പറയാം. ഓക്കെ, അപ്പൊ അതില് ഒരാൾക്ക് എത്ര എനർജി കിട്ടുമെന്ന് ചോദിച്ചാൽ ഹാഫ് kBT. ഓക്കെ, ഹാഫ് kBT ഓർത്തിരിക്കുക. ഹാഫ് എന്താണ്, kBT. ഹാഫ് kBT ഒരാൾ കിട്ടുന്ന എനർജി എത്ര വെച്ചാൽ ഹാഫ് kBT. kBT എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അത് എന്താണ്, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. അത് നമുക്കിപ്പം ഓൾഡ് എക്സാം ഉണ്ടായിരുന്നു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിലെ എല്ലാ മോളിക്യൂളിന്റെയും സ്പീഡ് അതിനെ സ്ക്വയർ ചെയ്തിട്ട് മീൻ എടുത്തു, പിന്നെ റൂട്ട് എടുത്തു. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് ദ പേരുള്ള പോലെ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഓൾ ദ സ്പീഡ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ. സ്പീഡ് ഓഫ് ഓൾ ദ ഗ്യാസ് മോളിക്യൂൾ. ഒരു ഗ്യാസ് മോളിക്യൂൾ എല്ലാ സ്പീഡിന്റെയും ആദ്യം എന്തെടുക്കുക, സ്ക്വയർ എടുക്കുക, മീൻ എടുക്കുക, റൂട്ട് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കിട്ടും. അത് കാണാനുള്ള ഫോർമുല പഠിച്ചിരിക്കണം. ഇതാണ് VRMS ഈക്വൽ റൂട്ട് ഓഫ് 3 kBT/m. അവിടെ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവുന്നു നിങ്ങൾക്ക്. അവിടെ VRMS ഉം
മാസും ഏത് പ്രപ്പോർഷനിലാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. ഏത് പ്രപ്പോർഷനാ? ഇൻവേഴ്സ്ലി. എന്ന് പറഞ്ഞാൽ മാസ് കുറഞ്ഞ ആളിനാണ് RMS വെലോസിറ്റി കൂടുതൽ. എക്സാമിൽ ചോദിക്കാറുണ്ട്, ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ RMS വെലോസിറ്റി കൂടുതൽ? ആർക്കാണ്? ഹൈഡ്രജൻ. എന്തുകൊണ്ടാണ്? ഹൈഡ്രജന് മാസ് കുറവായതുകൊണ്ട് RMS വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ കാണാനുള്ള ഫോമുല നേരത്തെ എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളുടെ ഫോമുലൂടെ പഠിച്ചു വെക്കുക. എന്താണ്? 1/√2 n pi d square. അത് n എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഡെൻസിറ്റി ആണ്. അടുത്ത് d എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ട്യൂബ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനും കാണാൻ പഠിക്കുക, ഡെറിവേഷൻ പഠിക്കണമെന്നില്ല. ഓക്കെ, ഇക്വേഷൻ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പം ഈ ഇത്രയും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് പഠിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകാവൂ. ബാക്കി എല്ലാ ചാപ്റ്ററിലെയും ഷോർട്ട് ആൻസർ ക്വസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഓൾറെഡി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ പാർട്ടാണ്. ഇനി ഒരു പാർട്ട് ആകുമ്പോഴേക്കും ഫുൾ ടോട്ടൽ ചാപ്റ്ററിലെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. അതുകൂടെ കയറി നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോസ് ഒന്നും കാണാതെ പോകരുത്, ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ.